വെറുതെ വയ്യാത്തപ്പട്ടി ബുർജ് ഖലീഫ കയറാൻ പോയി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എങ്കിൽ ഈ പടം അതിന് ഉത്തമ ഉദാഹരണമാണ്. 8 നിലയിൽ പൊട്ടിയിരിക്കുന്ന സല്ലു ഭായിനെ 9ാമത്തെ നിലയിൽ നിന്ന് തള്ളി താഴെ മുരുകത സവറുകൾ പണിഞ്ഞെടുത്ത മലം പാഴാണ് ദേയി. ശരിക്കും സൽമാൻ ഖാൻ ഈ പടത്തിൽ ഊരില്ലാ ദേശത്തെ പ്രമാണിയും പേരില്ലാ ദേശത്തെ കിരീടമില്ലാത്ത അവകാശിയും ചക്കവരട്ടിയുമാണ്. ആസ് യൂഷ്വൽ സല്ലു ഭായിക്ക് ഒരു ഇന്റർ വേണമല്ലോ. അതിനാൽ ഒരു റിച്ച് തന്തയുള്ള ഒരു കുരുത്തം കെട്ട വില്ലൻ വിമാനയാത്രക്കിടെ സ്ത്രീത്വത്തെ കടന്നു പിടിക്കാൻ ശ്രമിക്കും. പുതപ്പിനകത്തുകൂടി പെട്ടെന്ന് എലിപ്പട്ടിയിൽ കൈയടിച്ചപ്പോൾ എക്സ്പ്രഷൻ ഇട്ട മോളസ്റ്റയുടെ മുഖത്തുനിന്ന് ഷോട്ട് മാറി ഒരു നങ്കൂരം കാണിക്കും. കയ്യിൽ നങ്കൂരം പൊട്ട ഏക സ്റ്റാറിലെ നമുക്കുള്ളൂ സല്ലു ഭായ്. അപ്പൊ തന്നെ അതിനകത്ത് കടന്നുകൂടി സല്ലു ഭായ് എല്ലാരും ഇടിക്കും. എന്നിട്ട് 2 സ്റ്റെപ്പ് ഒങ്ങിടും. മൈക്കൽ ജാക്സൺ മരിച്ചപ്പോൾ ഇമ്മാതിരി വെറൈറ്റി സ്ഥാനമൊന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. കൈയൊക്കെ അപ്പുറത്തോട് കയറ്റി കഴിഞ്ഞ് ഇപ്പുറത്തോട് എടുക്കും സല്ലു ഭായ്. എന്റെ കൈ നീളും. സല്ലു ഭായ് ഇടിച്ചിളക്കി വന്ന നമ്മുടെ ഇദ്ദേഹത്തിന്റെ മകനാണ്. ഇങ്ങനെ പേരെന്തായിരുന്നു? എനിവേ ഇങ്ങനെ അവിടുത്തെ ഒരു പെരിയ മന്ത്രി തന്റെ മോനെ തൊട്ടവനെ പെട്ടെന്ന് തന്നെ ഹാജരാക്കാൻ പോലീസിനോട് ഉത്തരവിടും. അത് കേട്ടൊടഞ്ഞ എല്ലാ സിനിമയിലും ഗുണ്ടയും പോലീസായി ഇദ്ദേഹം നേരെ സല്ലുബായുടെ കൊട്ടാരത്തിലേക്ക് അങ്ങ് നടന്നു ചെല്ലും. അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് സല്ലുബായെ തൊട്ട നിക്കറ് കയറുമെന്ന്. കാരണം സല്ലുബായെ കാണുമ്പോൾ ജനങ്ങൾക്ക് ചില്ലടിക്കാൻ വേണ്ടി മാത്രം 100 ഏക്കർ സ്ഥലം ഒരു സ്വന്തമായിട്ടുള്ള ആളാണ് സല്ലുബായി. അങ്ങനെയൊക്കെ ഈ പീറ പോലീസ് എന്ത് ചെയ്യാൻ? എനിവേ ഈ പടത്തിൽ രാഷ്മിക മണ്ടാനെ ഉണ്ടല്ലോ, ചിലർ പൈസ എന്നുള്ള ഇറക്കിയേക്കുന്നത് കൊണ്ടുവന്നെങ്കിൽ ഒരു ഡാൻസ് എങ്കിലും കളിപ്പിക്കുന്നത് വിടാൻ പറ്റുമോ? അങ്ങനെ ഈ പടത്തിന് തുടക്കം തന്നെ നല്ലൊരു ഐറ്റം ഡാൻസ് പോലത്തെ ഒരു ഡാൻസ് അങ്ങ് കളിപ്പിക്കും. സല്ലുബായുടെ രശ്മിക മണ്ടാനയുടെ ആനിവേഴ്സറി ആയിരുന്നല്ലോ ഇന്ന്. ഒന്ന് കളർ ആയിക്കോട്ടെ. അത് കഴിഞ്ഞ് സല്ലുബായി രശ്മിയും കൂടി കാറിലിരുന്ന് പോകുന്ന ഒരു ഷോട്ട് കാണിച്ച് പടം മുന്നോട്ട് പോകുമ്പോൾ കുറെ ഗുണ്ടകൾ വന്ന് ബായിയെ ആക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കും. ബായിജാൻ ഉണ്ടോ ലോറൻസ് ബിഷ്ണുവിനെ പേടി? ഗുണ്ടകളെ പേടി. ഒറ്റക്ക് നിന്ന പാത്രത്തിൽ പിള്ളേരെല്ലാം ഇടിച്ച് പുറത്തും ബായിജാൻ. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് കൂളാവാൻ വേണ്ടി ബായിജാൻ ഒരു ചായ കുടിക്കുന്ന സീനാണിത്. ഇതെന്തോന്ന് എക്സ്പ്രഷനാണ് ബായി? ഇത്രക്കും മാട്ടച്ചായ തന്നത് ആരാണ് ബായിക്ക്? അത് കഴിഞ്ഞ് ബായി മറ്റവനില്ലേ ഇടിച്ച് പഴിപ്പിച്ച ഫ്ലൈറ്റ് വെച്ച് അവന്റെ ബർത്ത്ഡേയിൽ എന്ന് ബായി അവനെ ഇടിച്ച് പഴിപ്പിക്കുന്ന വീഡിയോ വൈറലായി എല്ലാവരുടെയും പേഴ്സണലായിട്ട് വരെ മൊബൈലിൽ മെസ്സേജ് ആയി പോകുന്നുണ്ട്. ഏതോ ഒരു എല്ലാ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഇതങ്ങ് വൈറലാകും. ശേഷം പ്രഗ്നന്റ് ആയ ഭാര്യ സന്തോഷം പറയാൻ വന്നപ്പോ അതുപോലും കേൾക്കാൻ നിൽക്കാതെ ബായി സാമൂഹിക പ്രതിബദ്ധത കാണിക്കാൻ പോകും. സ്വന്തം ഭാര്യ വല്ലതും പറയാൻ കേട്ടുകൊണ്ടിരുന്ന മോളെ കുറെ നേരിട്ട് സ്റ്റണ്ടൊന്നുമില്ലായിരുന്ന ബായിക്ക് സ്റ്റണ്ട് അടിക്കാൻ ഒരു മോഹം. അങ്ങനെ പെട്ടെന്ന് ഒരു സ്റ്റണ്ട്. ബായൊക്കെ നേരെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കണ്ണൻ തിരിവി അടികൂടാൻ പോണ്. സോമനാംബുലിസം ബാധിച്ചവൻ പോലും ഇങ്ങനെ ചെയ്യൂലേ? സത്യം പറഞ്ഞാൽ ഈ പടത്തിൽ ലോജിക്ക് നോക്കുന്നത് പൊത്ത നിക്കറിൽ സിമന്റ് തേക്കുന്ന പോലെയാണ്. യാതൊരു ഉപയോഗവും ഇല്ല. ബായി പോയതാ പോയി. ഭാര്യ ഇതെന്തിന് പുറകെ പോണ രാത്രി? അതിപ്പോ ആദം പോയടത്തല്ലേ അവയും പോകും. ലോകം മൊത്തം ഫാൻസും ആൾക്കാരും ബോഡി ഗാർഡ്സും ഉള്ള ബായി പക്ഷെങ്കിൽ ഒരു ഫൈറ്റ് വന്ന ഒറ്റയ്ക്ക് നിന്ന് അടിക്കണം. ഒറ്റ പട്ടികളെ അവിടെ കാണൂല. എന്തായാലും ആ ഘോര ഫൈറ്റിനുള്ളിൽ ഒരു പാറ പൊട്ടി അതിൽ 2-3 ചില്ല് ശേഷം രശ്മി കൂടെ വയറ്റിൽ കയറും. എന്നിട്ട് അവൾ വായും വെച്ച് മിണ്ടാതിരിക്കും. ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് ഒരു കാര്യം പോരാടെന്ന് പറഞ്ഞ് സല്ലുബായി നോക്കുമ്പോ സല്ലുബായി ഞാൻ മിസ് കോൾ അടിക്കാം, എന്ത് വീട്ടിൽ പോയിട്ട് എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞങ്ങ് പോകും. തീരെ സമയമില്ലെന്ന് വണ്ടി എടുത്ത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അടി ഉണ്ടാക്കുള്ളേ. പക്ഷെങ്കിൽ ഭാര്യ ആശുപത്രിയിലാകും. അപ്പോഴെങ്കിലും സ്വന്തം ഭാര്യയുടെ സുഖവരം നേരിട്ട് പോയി അന്വേഷിക്കേണ്ട ഈ പഴ അത് ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കും. അവസാനം ലോകം മൊത്തം കണക്ഷനിലെ പല്ലുബായുടെ ഭാര്യ മരിച്ചത് റോട്ടിൽ കിടന്ന ആൾക്കാർ പറഞ്ഞറിയണം. എന്തായാലും അങ്ങനെ ഒരു അസാധു നിമിഷത്തിൽ നമ്മുടെ രാഷ്മിക ആശുപത്രിയിൽ കിടന്ന അന്ത്യശ്വാസം വലിക്കും. അതറിഞ്ഞതും നമ്മുടെ സല്ലുബായി കിടന്ന് പിന്നെയും ഓർത്ത് മോങ്ങും. എന്തോ കാര്യമായിട്ട് പറഞ്ഞുണ്ട്. അപ്പൊ അവിടെയാണ് കഥ തുടരുന്നത് ഗൈസ്. ഈ മരിച്ച റാണിയുടെ ഊരും കൊടുക്കുകയും എല്ലാ ഊരും എടുത്ത് ഡോക്ടർ ഓർഗൻ ഡൊണേഷൻ ചെയ്യും. അതിങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്ത് ചിതറിക്കിടക്കുകയാണ്. ഇതെന്താണിത്? ഡ്രാഗൺ ബോൾ ആഗ്രഹം കഴിഞ്ഞ ശേഷം ചിതറിപ്പോകാൻ പിന്നെ ഓർഗൻ അല്ലേ, പല സ്ഥലങ്ങളിലോട്ട് പോകാമല്ലോ, സ്വാഭാവികം. ഓക്കെ, ഈ ഓർഗനൊക്കെ കിട്ടിയ ആൾക്കാരെ കാണാൻ വേണ്ടി രായവ് പോകുന്നതാണ് ഈ കഥയുടെ സാരം. അങ്ങനെ ആദ്യം പല്ലുബ റാണിയുടെ സ്പോഞ്ച് പോലുള്ള ശ്വാസകോശം ദാനമായി കിട്ടിയ ചെറുക്കനെ കാണാൻ എത്തും. അവൻ താമസിക്കുന്നത് ഒരു മാലിന്യ കൂമ്പാരത്തിന് നടുക്കും. ആ മാലിന്യ കൂമ്പാരത്തിലുള്ള വിഷപ്പുക ശ്വസിച്ചാണ് ഇവിടെയുള്ള പലർക്കും ഇങ്ങനെ അസുഖങ്ങൾ വന്നത്. സല്ലുബായി തന്റെ റാണിയുടെ അവയവം നശിക്കാൻ താമസിക്കില്ലെന്നും പറഞ്ഞ് ആ സ്ഥലമൊക്കെ വെച്ച് വാഴുന്ന ഒരു കോർപ്പറേറ്റ് മുതലാളിയെ കണ്ട് ഒരു കണ്ടെയ്നർ നിറയെ ലോട്ടറി കൊടുത്ത് പറ്റിക്കും. ദുബായ് ലോട്ടറി ടിക്കറ്റ് വരെ ഉണ്ടെന്നതിനകത്ത്. ചുമ്മാ അല്ല ഇത്രയും പണമൊക്കെ ബാറ്റ്മാന്റെ പോലും ഇല്ലല്ലോ. US റിസർവ് മണി മൊത്തം ഉണ്ടല്ല. പാകിസ്ഥാന്റെ GDP പോലും ഇല്ലടാ ഇത്രയും. എന്തായാലും കാശ് കൊടുത്തത് ഡീലാക്കും. അത് കഴിഞ്ഞ് സെക്കൻഡ് ഇനി കണ്ണ് ദാനം കിട്ടിയ കാജൽ വഗർവാളിനെ കാണാൻ വേണ്ടി പോകും. അവിടെയും എന്തോ ചെറിയൊരു ഈഗോ ക്ലാഷ് ഒക്കെ ഉണ്ടോട്ടോ ഭാര്യ ഭർത്താവും തമ്മിൽ. സല്ലുബായി അത് താലി കെട്ടി തീർപ്പാക്കും. നോക്ക്, ഇത്രയും പ്രോബ്ലംസ് ഒക്കെ നിസ്സാരമായി തീർപ്പാക്കുന്ന ഇദ്ദേഹത്തിനെയൊക്കെയാണ് നോബൽ സമ്മാനം കൊടുക്കേണ്ടത്. US പ്രസിഡന്റ് ഇടപെട്ടാൽ പോലും തീരാത്ത പ്രശ്നം വരെ വേണമെങ്കിൽ സല്ലുബായി തീർപ്പാക്കും. മദർ തെരേസക്ക് ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ നോബൽ സമ്മാനം അവരെ പിടിച്ചു വാങ്ങിച്ച് സല്ലുബായിക്ക് കൊടുക്കായിരുന്നു. അത് കഴിഞ്ഞ് ഭായ് ഹൃദയം കൊടുത്ത കൊച്ചിനെ കാണാൻ ചെല്ലും. അവിടെ നിന്ന് കൊച്ചിനെയൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വഴി റോഡിൽ വെച്ച് മറ്റവനില്ലേ അന്ന് ഫ്ലൈറ്റിൽ വെച്ച് അടിച്ചവൻ, അവനും അവന്റെ സ്വന്തം തന്ത കട്ടപ്പയും കൂടി സല്ലുബായെ കാറിയിരിക്കണ കാണാം. കണ്ടതും കലിപ്പാകും, ഓടിക്കും, പിന്നെ ചേസ്. അതിനിടയ്ക്ക് മര കഴുതര കയ്യിൽ നിന്ന് പെട്രോൾ ബോംബ് വണ്ടിക്കകത്ത് കൊണ്ട് പൊട്ടിത്തെറിച്ച് അവൻ ചാവും. ഭായ് ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ
കൊല്ലാനും ശ്രമിക്കും. പക്ഷേ മോൻ ചത്തതിൽ കരിപുരണ്ട കലിപ്പ് പൂണ്ട സത്യരാജൻ ബായെ വിളിച്ചോടെ നിന്റെ പെണ്ണുപിള്ളേരെ കിടുതാപകം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയണം. ആ ആക്രി മൊത്തം ഞാൻ ഇങ്ങ് പറക്കി, നീ വേണേ വന്ന് രക്ഷിച്ചു വന്ന്. അതിനിടയിൽ ഒരു സീനുണ്ട്, അത് ഞാൻ മറന്നു. ഹൃദയം മേടിച്ച് കൊച്ചില്ലേ, അവളെ തന്ത എന്നെ സല്ലുബായി കാണും. സല്ലുബായി എന്റെ മോളുടെ കാമുകൻ ഒരു ടോക്സിക് ഫുണ്ടനാണ്. ആ വിടല കാരണമാണ് എന്റെ കൊച്ചിന്റെ ഹൃദയം അടിച്ചു പോയതെന്ന്. സല്ലുബായി കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറ്റുമോ? കൊച്ചിന്റെ ഫിലമെന്റ് വരെ അടുപ്പിച്ച് കളഞ്ഞ അവനെയൊക്കെ വെറുതെ വിടാമോ? സല്ലുബായി നേരെ ചെന്ന് അവനെ ആടിച്ച് ഊരുട്ടും. അവന്റെ തന്തയ്ക്ക് കൊടുക്കുമെന്ന് തോന്നുന്നു. അത് ആരാ തന്ത തന്നെ? ഇങ്ങേരുത് ഒറ്റയ്ക്ക് മതി, പ്രധാനമന്ത്രിയും പട്ടാളക്കാരും പോലും വേണ്ട നമുക്ക്. ഭായി എങ്ങനെ പണവും പവറും കൊണ്ട് എല്ലാവരുടെയും കയ്യടി മേടിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് എല്ലാവരെയും സത്യരാജൻ കൊണ്ടുപോയി പൂട്ടിയിടുന്നത്. ഇതിനിടയിലേക്ക് ഒരുപാട് നാടകീയമായ രംഗങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ ഇത് തിയേറ്ററിലാണ് പോയി കണ്ടിരുന്നെങ്കിൽ ബോറടി കാരണം പണ്ടാറടങ്ങി നിങ്ങൾ 1 മണിക്കൂറോളം ബാത്റൂമിൽ ചെലവഴിച്ചത്. എന്തായാലും ഇതാ ക്ലൈമാക്സ് ഫൈറ്റ് എത്തി. ഇവരെയൊക്കെ രക്ഷിക്കണ്ടേ? ഭായി കുന്തപുത്രനായി വന്ന് ചേർന്ന് നിന്ന് ഒരു പ്രത്യേക രീതിയിൽ ഓടി എല്ലാരും കുത്തി അങ്ങ് കൊല്ലും. ജീപ്പ് മറിക്കുന്നു, ചോര തെറിക്കുന്നു, പൊട്ടുന്നു, പൊടി പാറുന്നു, സ്ലോ മോഷനിൽ നടക്കുന്നു. പക്ഷെ മുഖം മാത്രം അനുകൂല. എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു ഹൈലൈറ്റിന് വേണ്ടി AK-47 വെച്ച് വെടിവെക്കുമ്പോ 2 ആസ്പെറ്റാസ് ഷീറ്റും എടുത്ത് വെച്ച് തടയും അതിനേക്കാൾ. ഈ ടെക്നോളജിയൊക്കെ ഇന്ത്യൻ മിലിറ്ററിക്ക് പോലും കൊടുക്കാതെ മറച്ചു വെച്ചിരിക്കുകയാണ് ഭായി. അതേസമയം മറ്റൊരിടത്ത് അത് പിന്നെ വിജയണ്ണ എടുത്ത ഷീറ്റിന് പിന്നും കട്ടിയെ കൊണ്ടാണ് ഇച്ചിരി കൂടെ. അങ്ങനെ ഒരു 10-200 പേരെ അറിഞ്ഞം പുറഞ്ഞം കൊന്നു തള്ളി സല്ലുബായി നേരെ സത്യരാജന്റെ അടുത്തോട്ട് ചെല്ലും. 4 കലക്കൻ ഡയലോഗ് അടിച്ച് വെടിവെക്കുമ്പോ അതിന്റെ മുന്നിൽ കൂടെ കിടന്ന് സ്പൈഡർ സെൻസാണ് അത് ഒഴിഞ്ഞു മാറി വലതു മാറി ചരിഞ്ഞമർന്ന് നിവർന്ന് നിന്ന് സത്യരാജനെ മാനസികമായി ഇടിച്ചിടും. എന്നിട്ട് പോലീസ് പിടിച്ചോണ്ട് പോകും. പക്ഷേ എങ്കിൽ നടക്കൂല, പല്ലുബായി അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. സല്ലുബായിനെ അറസ്റ്റ് ചെയ്യണമെന്ന് അറിഞ്ഞ ഉടനെ ജനാംഗം കൂടും. ഇത്രയും പേര് വോട്ടിട്ടിരുന്നെങ്കിൽ CPM മഹാരാഷ്ട്രയിൽ ജയിച്ചേനെ. അങ്ങനെ ആൾക്കൂട്ടം കാരണം പോലീസ് സല്ലുബായിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റൂല. സല്ലുബായിയുടെ സോംബികൾ അങ്ങനെ സല്ലുബായി രക്ഷിച്ചു. എന്നിട്ട് ഈ അപരാധമൊക്കെ കണ്ട് പകച്ചിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു ആശ്വാസമായി രാഷ്മികയുടെ ഒരു ഐറ്റംസും കൂടി. അതോടുകൂടി പടം കഥം. ഇങ്ങനെ മോന്ത ഇത് തനങ്ങാത്ത എല്ലാം കൂടി വല്ല ചക്കാരൊക്കെ വെച്ച് ഒട്ടിച്ചു വെച്ചേക്കണോ. ഈ പടത്തിന്റെ തിയേറ്ററിലെ അവസ്ഥ കാരണം സല്ലുബായി പോലും പറഞ്ഞു, റോഡ് മേ ജോ ഭായ് ബുലാക്കർ ആ രഹാ ഹേ, ഓ മേരെ ഫിലിം ദേഖനെ നെഹി തിയേറ്റർ മേ ആത്താ എന്ന് വെച്ചാൽ റോഡിൽ കാണുമ്പോ ബായ് ബായ് എന്ന് വിളിച്ചോണ്ടവന്മാരൊക്കെ തിയേറ്റർ കയറൂലെന്ന്. പിന്നല്ലാതെ ഭായ് ഇമാതിരി അവരതൊക്കെ പഠിച്ചു വെച്ച ആൾക്കാർ വരും. എന്തായാലും മതി, നമ്മൾ ഇനിയും കാണും. Thanks. Love you.